ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ക്രോം ബ്രൗസർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഇപ്പോൾ അപ്ലോഡ് ആവുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം ഞാൻ. അതായത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു എപ്പോഴും നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഈ ഒരു ഫയൽ ഓപ്പൺ ആവുന്നതായിരിക്കും. ഇതിൽ നമ്മൾ സെലക്ട് ഫയൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലേക്ക് പോകണം. പക്ഷെ നമ്മൾ എത്ര ക്ലിക്ക് ചെയ്താലും ഈ രണ്ട് ഓപ്ഷനിലും, മുകളിലുള്ള ഓപ്ഷനും അതേപോലെ താഴെയുള്ള ഓപ്ഷനും രണ്ടിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനേ കഴിയുന്നില്ല. കാരണം അത് വർക്ക് ചെയ്താലാണ് നമ്മുടെ ഗാലറിയിലേക്ക് പോയിട്ട് നമുക്ക് ആ വീഡിയോ ഫയൽ, അതായത് നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോസ് നമുക്ക് ഇതിൽ വന്നാലാണ് നമ്മുടെ വീഡിയോസ് എന്താണ് അപ്ലോഡ് ആവുകയുള്ളൂ. അപ്പോൾ ഇതിൽ എത്ര ക്ലിക്ക് ചെയ്താലും വർക്ക് ആവില്ല. അപ്പോൾ നമുക്ക് വീഡിയോസ് എങ്ങനെ അപ്ലോഡ് ചെയ്യാം, ഇതിനുള്ള സൊല്യൂഷനാണ് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബീറ്റ സ്റ്റുഡിയോയിൽ നമുക്ക് എന്തായാലും വർക്ക് ആവുന്നതായിരിക്കില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇത് മൊത്തം മിനിമൈസ് ചെയ്തിട്ട് നമുക്ക് യൂട്യൂബ് ആപ്ലിക്കേഷൻ എടുക്കുക. ഇതുപോലെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ തന്നെ ഈ ഒരു പ്ലസ് ചിഹ്നം, ഈ ഒരു വീഡിയോൻ്റെ ചിഹ്നം കാണാൻ കഴിയും. ഇതിൽ ക്ലിക്ക് ചെയ്ത ശേഷം വീഡിയോ എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ അപ്ലോഡ് ചെയ്ത് വെച്ച ഏതെങ്കിലും ഒരു വീഡിയോ, ഇപ്പോൾ ഞാൻ ചെറിയ ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാനിവിടെ കാണിച്ചു തരാം. ചെറിയൊരു വീഡിയോ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇത് ഞാൻ ഇതുപോലെ ചെയ്ത ശേഷം നിങ്ങൾ ടൈറ്റിൽ ഇവിടെ കൊടുക്കുക. ഇവിടെ ടൈറ്റിൽ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ടൈറ്റിൽ എന്താണോ നിങ്ങൾ ഈ ഒരു വീഡിയോനുമായി അനുബന്ധിച്ചിരിക്കുന്നത് ആ ഒരു ടൈറ്റിൽ ഇവിടെ കൊടുത്തിട്ട് ഞാൻ ചുമ്മാ ഒന്ന് യൂട്യൂബ് ന്യൂ അപ്ഡേറ്റ് എന്ന് മാത്രം കൊടുത്തിട്ട് ഇതുപോലെയുള്ള ഈ ഒരു ടൈറ്റിലിനെ കോപ്പി ചെയ്യുക. ഇത് മൊത്തം കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഡിസ്ക്രിപ്ഷനിലും ഇതേപോലെ തന്നെ കോപ്പി ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു യൂട്യൂബ് ആപ്ലിക്കേഷനിൽ പെട്ടെന്ന് അപ്ലോഡ് ആകും എന്നുള്ളതാണ്. അപ്പോൾ ഈ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അൺലിസ്റ്റഡ് ആക്കിയിട്ട് വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ. ഓക്കെ, ഇത് എന്തിനാണെന്ന് വെച്ചാൽ വഴിയെ കാണിച്ചു തരാം. ഇത് അൺലിസ്റ്റഡ് ആക്കിയ ശേഷം അപ്ലോഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും പെട്ടെന്ന് തന്നെ ഇത് അപ്ലോഡ് ആവുന്നതായിരിക്കും, വളരെ സ്പീഡായിട്ട്. അപ്പം നിങ്ങൾക്ക് ഇത് എങ്ങനെയെന്ന് കണ്ടോ, ഇവിടെ 2 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തന്നെ ആവും എന്നുള്ളതിൽ കാണിക്കുന്നുണ്ട്. ഇത് അപ്ലോഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റുഡിയോ ബീറ്റിൽ പോയിട്ട്, അതായത് ക്രോമിലെ സ്റ്റുഡിയോ ബീറ്റിൽ പോയിട്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇവിടെ ഇത് മിനിമൈസ് ചെയ്യാണ്. ഇപ്പോൾ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിരുന്നാലും ക്രോമിൽ പോയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ വീഡിയോ ലെയർ എടുക്കുക. വീഡിയോ ലെയർ എടുത്ത ശേഷം ഇപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ വരും ആ ഒരു വീഡിയോ ലെയറിൽ, ഈ വീഡിയോ എന്നുള്ള ഓപ്ഷനിൽ. അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ, ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഇത് നമ്മൾ അപ്ലോഡ് ആയി കഴിഞ്ഞാൽ യൂട്യൂബ് ആപ്ലിക്കേഷനിൽ വീഡിയോസ് അപ്ലോഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അൺലിസ്റ്റഡ് എന്ന് കാണിക്കും. ഇവിടെ പബ്ലിക് എന്ന് കാണിക്കുന്നുണ്ടല്ലോ, അവിടെ അൺലിസ്റ്റഡ് എന്ന് തന്നെ ആയിരിക്കും കാണിക്കുക. ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു ടൈറ്റിലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെൻസിലിൻ്റെ ചിഹ്നം വരും. ഈ ഒരു പെൻസിലിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ ടൈറ്റിൽ, എല്ലാ കാര്യങ്ങളും കൊടുക്കാം. അതുപോലെ തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തമ്പനെയിലിൻ്റെ ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തമ്പനെയിലും നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് ടൈറ്റിൽ, ടാഗ് എല്ലാം ആഡ് ചെയ്യാം. ഈ വക കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ക്രോമിലെ സ്റ്റുഡിയോ ബീറ്റ് വന്നിട്ട് ചെയ്യാം. അതുപോലെ തന്നെ എൻഡ് സ്ക്രീൻ, ഇവിടെ കണ്ടോ, എൻഡ് സ്ക്രീന് കാർഡും നമുക്ക് ഇതുപോലെ വെക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യേണ്ടത്, ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു സേവ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഏറ്റവും മുകളിൽ. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ സേവ് ആവും. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ പബ്ലിക്, ഇവിടെ കണ്ടോ പബ്ലിക്, അൺലിസ്റ്റഡ്, പ്രൈവറ്റ് എന്നൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾ അതിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ആപ്പിലൂടെ ചെയ്തിട്ടുണ്ട് വെച്ചാൽ അൺലിസ്റ്റഡ് ആയിരിക്കും. അത് ഇവിടെ വന്ന ശേഷം നിങ്ങൾ പബ്ലിക് ആക്കി വെക്കണം. പബ്ലിക് ആക്കി വെച്ച ശേഷം സേവ് എന്ന് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ നോട്ടിഫിക്കേഷനൊക്കെ എല്ലാവർക്കും പോകുന്നതായിരിക്കും. ഇങ്ങനെയാണ് ഇപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ കഴിയുള്ളൂ. അത് ഒരു ഫിക്സ് ആവുന്നത് വരെ ആ ഒരു നമ്മുടെ ഈ ഒരു ക്രോമിലെ ബീറ്റ സ്റ്റുഡിയോയിൽ ഇപ്പോൾ അപ്ലോഡ് ആ ഒരു ഫീച്ചേഴ്സ് ഫിക്സ് ആകുന്നത് വരെ നമുക്ക് ഇതേ ചെയ്യാൻ വഴിയുള്ളൂ. താൽക്കാലികമായിട്ടുള്ള പ്രോബ്ലമാണ്, തീർച്ചയായിട്ടും അത് എത്രയും പെട്ടെന്ന് മാറുന്നതായിരിക്കും. അപ്പോൾ ഇത് ട്വീറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞു, ഒരുപാട് പേര് ട്വീറ്റ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഒരുപാട് ഫീഡ്ബാക്ക് അയക്കുന്നുണ്ട് ഒരുപാട് പേര്. ഇതിപ്പോൾ എന്നെ 4-5 പേരായി ഇപ്പോൾ എന്നെ വിളിച്ചിട്ട് പറയുന്നു സാറേ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന്. അപ്പോൾ ഒരു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉപകാരമായിട്ട് എങ്ങനെയാണ് നമുക്ക് അപ്ലോഡ് ചെയ്യണമല്ലോ, അപ്പം നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു വഴിയാണ് കാണിച്ചത്. അതുപോലെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഈ സ്റ്റുഡിയോ ബീറ്റിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ, സബ്മിറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ നമ്മുടെ വീഡിയോ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിന് പോയിട്ട്, നമ്മുടെ ഓഡിയൻസിന് പോയിട്ട് അവർ വീഡിയോ കാണുകയും ചെയ്യും. അപ്പോൾ വേറെ പേടിക്കാനൊന്നുമില്ല. ഇതുവഴി നമുക്ക് റാങ്ക് ചെയ്യില്ല അല്ലെങ്കിൽ അങ്ങനെയൊന്നും പേടിക്കേണ്ട. നമുക്ക് നല്ല സ്പീഡിലാണ് വർക്ക് ചെയ്യുക. യൂട്യൂബ് ആപ്ലിക്കേഷനിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നല്ല ഫാസ്റ്റായിട്ട് തന്നെ അപ്ലോഡ് ആവുന്നതായിരിക്കും. അപ്പം നമുക്ക് ക്രോമിലൂടെ ചെയ്യുന്നതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്താ വെച്ചാൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, എൻഡ് സ്ക്രീന്, ടാഗുകൾ എല്ലാം വെക്കാൻ കഴിയും എന്നുള്ളതാണ് ക്രോമിലുള്ള ഫീച്ചേഴ്സ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. അതിലൂടെ അപ്ലോഡ് ചെയ്തിട്ട് ഇതിൽ വന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഫിക്സ് ആവുന്നത് വരെ എല്ലാവർക്കും ഇങ്ങനെ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ചെയ്യും.